ആദ്യം നല്ല മാർക്കോടെ പഠിച്ച് പാസ്സാകാൻ നോക്ക്. ഡൊണേഷൻ കൊടുക്കുന്ന കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല, പൂജമോള് ഈ ലൈനിൽ തന്നെ പോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ അതൊന്നും തീരുമാനിച്ചിട്ടില്ല മുത്തശ്ശി. അതെന്താ തീരുമാനിക്കാത്ത? പഠിത്തമൊക്കെ പ്രസവം കഴിഞ്ഞിട്ട് മതി. പക്ഷെ എന്ത് പഠിക്കണോന്ന് ഇപ്പോഴേ തീരുമാനിക്കണം. പഴയ കാലമൊന്നുമല്ല. ഇപ്പൊ ഏത് ചെറിയ കോഴ്സിനും അഡ്മിഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. മായയോടും കൂടി ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു തീരുമാനം എടുക്കാം. ആ, ഞാൻ പിന്നെ വന്നതേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്താ മുത്തശ്ശി? നമ്മുടെ ഈ തറവാട്ടിൽ ചില്ലറ ദോഷങ്ങളൊക്കെ കാണുന്നതേ ധർമ്മദൈവത്തിന്റെ ആനുകൂല്യം കുറയുന്നത് കൊണ്ടാണെന്ന് അന്ന് ഓച്ചർ വെച്ച് കണ്ട ആ സിദ്ധൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഇന്ന് ആ സിദ്ധനെ ഒന്ന് വിളിച്ചു. നാളെ തന്നെ പരിഹാരം കാണണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ, നാളെ തന്നെ നിങ്ങൾ ദത്തനെ ആമയും കൂട്ടി ഇലിഞ്ഞിമേൽ ക്ഷേത്രത്തിൽ പോയി ധർമ്മദൈവ പ്രീതി നടത്തണം. അയ്യോ, നാളെ എനിക്ക് കോളേജിൽ പോണ്ടേ? ഓ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇങ്ങനെ തടസ്സം പറയാതെ ആദ്യകൂട്ടാ. കോളേജിൽ ഒരു ദിവസം അവധി എടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അല്ല, അതല്ലേ എന്നാലും പ്രശ്നം. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തി തിരിച്ചു വരുന്നത് വരെ ഞാൻ പൂജാമുറിയിൽ ഐശ്വര്യ മന്ത്രം ജപിച്ച് ധ്യാനത്തിലിരിക്കണമെന്നാ അദ്ദേഹം പറഞ്ഞ്. അയ്യോ, മുത്തശ്ശി ആയിരുന്നില്ലേ? അതല്ലേ പറഞ്ഞത്. എനിക്ക് പൂജാമുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. എന്റെ ധ്യാനത്തെ തടസ്സപ്പെടുത്തുന്ന പല സംഭവങ്ങളും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും സാധ്യതകൾ. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത്ര ശ്രദ്ധയോടെ വേണം നിങ്ങളും അവിടെ ചെന്ന് വഴിപാടുകളൊക്കെ നടത്താൻ. ധർമ്മദൈവം പ്രസാദിച്ചില്ലെങ്കിൽ പിന്നെ ഒന്നും സാധിക്കില്ല മക്കളെ. എന്നാ പിന്നെ നിങ്ങൾ നേരത്തെ കിടന്നോ. കാലത്ത് പുറപ്പെടേണ്ടതല്ലേ. ശരി മക്കളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.